ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെങ്ങിൻ പൂക്കുലാദി ലേഹ്യമാണിത്. ഇതിനകത്ത് 23 അങ്ങാടി മരുന്നുകളും തെങ്ങിൻ പൂക്കുലയും തേങ്ങാപ്പാലുമാണ് ചേരുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി കുറേ സമയം വേണം. നല്ലപോലെ കുറുകി എത്തുന്നത് വരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് രോഗപ്രതിരോധ ശേഷിക്കും ശരീരവേദനയ്ക്കും നടുവേദനയ്ക്കും ഉത്തമമാണ്. പിന്നീട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ലേഹ്യം കഴിക്കുന്നില്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. എൻ്റെ ഡെലിവറി ടൈമിൽ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് ഉള്ളത്. ഇപ്പോഴും ഞാനിത് കഴിക്കുന്നുണ്ട്. ഇത് കഴിക്കേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്തിട്ട് രാവിലെയും വൈകുന്നേരവും കഴിക്കാൻ പറ്റും. അതായത് നെല്ലിക്ക വലുപ്പത്തിൽ വേണം ഇത് കഴിക്കാൻ. കൂടുതൽ കഴിച്ചതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ശരീരത്തിന് നല്ല ഉന്മേഷവും നല്ലൊരു റിസൾട്ടായിരിക്കും ഉണ്ടാവുക. ഇത് കുറുകി പാകത്തിനെത്തണമെങ്കിൽ നല്ലപോലെ കഷ്ടപ്പെടണം. നല്ലപോലെ ഇളക്കി, അതായത് കുറുകി വറ്റി വെള്ളമെല്ലാം വറ്റി അതിലെ വെള്ളമയമെല്ലാം പോയതിന് ശേഷം നെയ്യ് ഉരുകി പുറത്തിറങ്ങണം. അത്ര സമയം നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ഇളക്കണം. ഇളക്ക് കുറഞ്ഞു പോയാൽ അടിക്ക് പറ്റും. പിന്നെ ഇത് കട്ടിയായിട്ട് അടിക്ക് പറ്റി നമുക്കിത് കഴിക്കാൻ പറ്റാത്ത രീതി എത്തും. അതുകൊണ്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് 10 കിലോയുടെ കൂട്ടാണ്. നമുക്കിങ്ങനെ കൂട്ട് ഇത്ര കിലോയ്ക്ക് വേണ്ട കൂട്ട് പറഞ്ഞു കൊടുത്താൽ അങ്ങാടി കടയിൽ നിന്നും നമുക്കതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവർ സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇതിപ്പം ഏകദേശം കുറുകി വരുന്നുണ്ട്. അതിൽ ബബിൾസ് വരുന്നത് കണ്ടോ? വെള്ളം ഇങ്ങനെ പറ്റിപ്പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ബബിൾസ് വരുന്നത്. അതിനകത്ത് കൂടി ആവി നല്ലോണം പറക്കുന്നുണ്ട്. നല്ലപോലെ വെള്ളമെല്ലാം പറ്റി വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഒഴിച്ചിരിക്കുന്ന നെയ്യൊക്കെ ഉരുകി പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇത് ഒരാളെ കൊണ്ട് തന്നെ ആക്കാൻ സാധിക്കില്ല. കൂടെ 2-3 പേരുടെ ആവശ്യം വരും. കാരണം ഇത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ 3 മണിക്കൂർ കൊണ്ടോ ഇത് സെറ്റായി വരില്ല. ഇതിപ്പം ഏകദേശം പാകമായി. ഇപ്പോഴും അടുപ്പിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് ഒന്നും കൂടി നല്ലതായി വറ്റിച്ച് എടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വെക്കണം. 1 ദിവസം വെച്ചതിന് ശേഷം നമ്മളിത് പാക്ക് ചെയ്തു. ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കേരളത്തിൽ എവിടെയായിരുന്നാലും കൊറിയർ വഴി നമ്മളിത് അയച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.